നമസ്കാരം. 1199 മീനം 31 ഏപ്രിൽ 13 ശനിയാഴ്ച രാത്രി 8:51 മകീരം 4-ാം പാദത്തിൽ സൂര്യസംക്രമണത്താൽ ഓരോ നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ വന്നു ചേരുന്ന ശുഭകരവും അശുഭകരവുമായ ഫലങ്ങളുണ്ട്. ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കും എന്ന് തന്നെ പറയാം. ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണമായ വിഷുഫലമാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ വിഷു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. വിഷുവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളുണ്ട്. ഈ പൂജകളുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ. അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ ശുഭകരമായ സമയമാണ് എന്ന് തന്നെ പറയാം. വിഷു മുതൽ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാം. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരെ സഹായിച്ചതിൻ്റെ ഫലങ്ങൾ ഈ സമയം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാകുന്നു. സ്ഥാനക്കയറ്റം പോലുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ സമയം കൂടിയാണ് ഇത്. കർമ്മരംഗത്ത് ഉന്നതമായ സ്ഥാനം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നതാണ് വാസ്തവം. കുടുംബത്തിൽ പല രീതിയിലുള്ള തർക്കങ്ങളുണ്ട്. ചില കലഹങ്ങളും ഐക്യമില്ലായ്മയും ഉണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കാം. ഏത് കാര്യം ചെയ്താലും അതിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. നേട്ടം വർദ്ധിക്കും. സാമ്പത്തികപരമായ ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ബന്ധുഗുണം, കുടുംബങ്ങളിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ വന്നു ചേരുന്ന ശുഭകരമായ കാര്യങ്ങൾ, പിന്തുണ എന്നിവ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളിൽ നിന്നും നിങ്ങൾക്ക് പല കാര്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. പൊതുവെ നോക്കുകയാണ് എങ്കിൽ വിഷു മുതൽ ശുഭകരമായ സമയമാണ്. അതിനാൽ ഈ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. എന്നാൽ ഹനുമാൻ സ്വാമിയെ ഭജിക്കുക എന്ന കാര്യം നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ടതാകുന്നു. ഹനുമാൻ സ്വാമിയെ ഭജിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സൽചിന്തകളോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ അവസരമാണ് ഇത്. നിങ്ങൾ അപ്രകാരം തന്നെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ വലിയ നേട്ടങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. വളരെയേറെ നേട്ടങ്ങൾ നിറഞ്ഞ സമയമായി മാറും. ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അനുകൂലമായ ഗുണകരമായ മാറ്റങ്ങൾ തേടിയെത്തും. അതായത് നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് അനുസരിച്ചുള്ള പ്രതിഫലം നിങ്ങൾക്ക് വന്നു ചേരാം. സാമ്പത്തികപരമായ ഉയർച്ച അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ലോൺ, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതായത് അനുകൂലമാകുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കുടുംബ സൗഖ്യവുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം. ഈ സമയം കൂടുതൽ പ്രാധാന്യം അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ നൽകണം. തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സമയം. തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക. മംഗളകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. വീട്, വിവാഹം, സന്താനഭാഗ്യം എന്നിവ വന്നു ചേരുവാനുള്ള അസുലഭമായ അവസരം കൂടിയാണ് ഇത്. അതിനാൽ ഈ വിഷു മുതൽ ഈ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ദേവിയെ ഭജിക്കുക എന്ന കാര്യമാണ്. ദേവിയെ ഭജിച്ച് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കീർത്തി കേൾക്കുന്നതായ ഒരു സമയമാണ് ഇത്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഫലങ്ങൾ വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരാം. ബിസിനസ് പരമായി വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ബിസിനസ് വിപുലീകരിക്കുക, പുതിയ ഒരു ബിസിനസ് ആരംഭിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം എന്ന് തന്നെ പറയാം. കൂടാതെ കുടുംബത്തിൽ സൗഖ്യം വന്നു ചേരും. സന്തോഷകരമായ പല നിമിഷങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ ഒരു സമയം കൂടിയാണ് ഇത്.
തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതാണ് പ്രധാനപ്പെട്ടതായ കാര്യം. നേതൃത്വ നിരയിലേക്ക് നിങ്ങൾ കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. പൊതുപ്രവർത്തനത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുക, തൊഴിൽ ലഭിക്കുക, അത്തരത്തിൽ അനുകൂലമായ സമയം തന്നെയാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മുരുകസ്വാമിയെ നിങ്ങൾ ഭജിക്കുക. മുരുകക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. കൂടാതെ സ്കന്ദകവചം നിത്യവും ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ജപിക്കാൻ സാധിച്ചില്ല എങ്കിൽ കേൾക്കുകയെങ്കിലും ചെയ്യുക, അത് ശുഭകരമായി ഭവിക്കും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് അത്ര ശുഭകരമല്ല കാര്യങ്ങൾ എന്ന് തന്നെ പറയാം. പൊതുഫലപ്രകാരമാണ് പരാമർശിക്കുന്നത്. ജാതകപ്രകാരം വ്യത്യാസങ്ങൾ വന്നു ചേരാം. പൊതുഫലപ്രകാരം നിങ്ങൾക്ക് വളരെയധികം തടസ്സങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ്. അനാവശ്യമായ ചിന്തകൾ മനസ്സിലേക്ക് വരും. മനസ്സ് അസ്വസ്ഥമാകും. അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ധനനഷ്ടം, പ്രതീക്ഷിക്കാതെ തന്നെ പല ചെലവുകൾ വന്നു ചേരുക, അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. രോഗങ്ങൾ വർദ്ധിക്കാം. അതേപോലെ തന്നെ ആശുപത്രി വാസത്തിന് സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ തീർച്ചയായും ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവ് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾ തീർച്ചയായും വിഷ്ണു ഭഗവാന് തുളസിമാല സമർപ്പിക്കുന്നതും അതേപോലെ തന്നെ സ്വന്തം പേരിൽ പുഷ്പാഞ്ജലി നടത്തി മുന്നോട്ട് പോവുക. ബിസിനസ് പരമായും അല്പം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾ തീർച്ചയായും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വെണ്ണ ഭഗവാന് സമർപ്പിക്കുന്നത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും ശുഭകരമാണ്. ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ കൂടി ജപിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീര നക്ഷത്രക്കാർ അറിയേണ്ടത് അത്ര ശുഭകരമല്ല നിങ്ങൾക്ക് ഈ സമയം എന്ന് തന്നെയാകുന്നു. പലവിധ തടസ്സങ്ങൾ വന്നു ചേരാം. കർമ്മമേഖലയിലും തടസ്സങ്ങൾ പ്രതീക്ഷിക്കാം. വിചാരിച്ച രീതിയിലുള്ള പുരോഗതി കൈവരിക്കുവാൻ സാധിക്കണം എന്നില്ല. കൂടാതെ ചെലവ് വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. വരവിനേക്കാൾ ചെലവ് വരാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. സാമ്പത്തികപരമായ നഷ്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാകുന്നു. കൂടാതെ വരുമാനം നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ലഭിക്കണം എന്നില്ല. വരുമാനത്തിൽ കുറവ് സംഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ലാഭം നിങ്ങൾ വിചാരിച്ച അത്രയും ലഭിക്കണം എന്നില്ല. രോഗവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വന്നു ചേരാം. രോഗദുരിതങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. വ്യാപാരവുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാകുന്നു. നിങ്ങൾ തീർച്ചയായും ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യുക. ഗണേശ സ്വാമിയെ അഥവാ ഗണപതി ഭഗവാനെ നിങ്ങൾ ആരാധിക്കുക. ഗണേശ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. നിത്യവും ആരാധിക്കുക. ഓം ഗം ഗണപതയേ നമഃ എന്ന അതിവിശേഷപ്പെട്ട മന്ത്രം ഏത് കാര്യം ചെയ്യുന്നതിന് മുൻപും മനസ്സിൽ സ്മരിക്കുക, ജപിക്കുക. നിത്യവും 108 തവണ ജപിക്കുകയും മാസത്തിൽ ഒരിക്കൽ ഗണപതി ഹോമം നടത്തുന്നതും നാളികേരം തലക്കുഴിഞ്ഞ് ഉടയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഈ കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരാം. മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് അല്പം ദീർഘമായി തന്നെ ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. അത്ര ശുഭകരമല്ല സമയം. പല രീതിയിലുള്ള കാര്യങ്ങൾ ദോഷകരമായി വന്നു ചേരാം. ഞാൻ ഈ പറയുന്നത് പൊതുഫലപ്രകാരമാണ്. നിങ്ങളുടെ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ജാതകപ്രകാരം നിങ്ങൾക്ക് ശുഭകരമായ സമയവുമാകാം. എന്നാൽ പൊതുഫലപ്രകാരം ശുഭകരമല്ല. ധനനഷ്ടം സംഭവിക്കാം. ധനപരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും. പലർക്കും വിശ്വസിച്ച് പണം നൽകുക, തിരികെ ലഭിക്കാതിരിക്കുക, അത്തരം കാര്യങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാകുന്നു. തിരികെ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് ആരുടെയെങ്കിലും കയ്യിൽ നിന്നും വാങ്ങിയാൽ നിങ്ങൾക്ക് മടക്കി കൊടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥ പോലും വന്നു ചേരാം. അപമാനം അതിനാൽ നേരിടേണ്ടതായി വരാം. വായ്പാ തടസ്സങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ചെലവ് വർദ്ധിക്കാം. വരുമാനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ലഭിക്കണം എന്നില്ല. വരുമാനം താഴാം. കൂടാതെ മനക്ലേശങ്ങൾ വർദ്ധിക്കാം. കുടുംബത്തിൽ കലഹങ്ങൾ പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് നിങ്ങൾ വിചാരിച്ചതുപോലെ കടന്ന് വരണമെന്നില്ല. പല കാര്യങ്ങളിലും തടസ്സങ്ങൾ, വിഷമങ്ങൾ വന്നു ചേരുക, മനക്ലേശങ്ങൾ വർദ്ധിക്കുക. കൂടാതെ പ്രവൃത്തി ഏതും
അത് തിരിച്ചടിക്കുന്നതായ അവസ്ഥയാണ് ഉണ്ടാവുക. നല്ലത് വേണ്ടി ചെയ്താലും അത് നിങ്ങൾക്ക് മോശമായി ഭവിക്കും. അത്തരം പ്രശ്നങ്ങൾ വന്നു ചേരാം. നല്ലത് ആഗ്രഹിച്ച് ചെയ്താലും ദോഷം, അതാണ് പ്രശ്നം. അതിനാൽ തന്നെ നിങ്ങൾ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കാത്തതായ ഒരു സമയമാണ് എന്ന് തിരിച്ചറിയുക. പൊതുപ്രവർത്തകർക്കും അത്ര ശുഭകരമായ സമയമല്ല. പെരുദോഷം, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ശത്രുക്കളിൽ നിന്നും ശല്യം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാം. ചതി പ്രതീക്ഷിക്കാം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. 3 തവണ ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു കാര്യം നിങ്ങൾ ചെയ്യുവാൻ പാടൂ. അതല്ല എങ്കിൽ ദോഷമേ വന്നു ചേരൂ. നിങ്ങൾ ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നെയ് ഭഗവാന് സമർപ്പിക്കുക, ഗണപതി സ്വാമിയെ നിങ്ങൾ ആരാധിക്കുക. ഗണപതി ഭഗവാന് നാളികേരം തലയ്ക്കുഴിഞ്ഞു തന്നെ ഉടയ്ക്കുവാൻ മറക്കാതിരിക്കുക. കൂടാതെ കറുകാമാല ഭഗവാന് നിങ്ങൾ ചാർത്തേണ്ടതാണ്. ശിവക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക. ഭഗവാന്റെ സന്നിധിയിൽ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങും. തീർച്ചയായും നിത്യവും ദർശനം നടത്തുവാൻ സാധിക്കുകയാണ് എങ്കിൽ അത്രയും വിശേഷം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം പുണർദമാണ്. പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ സമയം. അപ്രതീക്ഷിതമായ പല ഗുണാനുഭവങ്ങളും വന്നു ചേരാം. ആഗ്രഹ സാഫല്യം വന്നു ചേരുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക. കാര്യതടസ്സങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നു ചേരുകയും തന്മൂലം നഷ്ടം സംഭവിക്കാൻ സാധ്യത അല്പം കൂടുതലാകുന്നു. അംഗീകാരങ്ങൾ തേടിയെത്താം. അത് രാഷ്ട്രീയപരമായും അല്ലാതെയും നിങ്ങൾക്ക് അംഗീകാരങ്ങൾ തേടിയെത്തുന്ന ഒരു സമയം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ബിസിനസ് പരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. വരുമാനം വർദ്ധിക്കും. ഒന്നിലധികം വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. നേരായ വഴിയിലൂടെ തന്നെ ധനം ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ വർദ്ധിക്കുവാൻ അല്പം സാധ്യത കൂടുതലാകുന്നു. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും ശുഭകരമാണ്. നിങ്ങൾ പരമശിവനെ ആരാധിക്കുവാൻ മറക്കാതിരിക്കുക. തിങ്കളാഴ്ച തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വന്നു ചേരേണ്ട തടസ്സങ്ങളെ ഒഴിവാക്കുവാൻ ഏറ്റവും ശുഭകരമാകുന്നു. മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ സമയമാണ് എന്ന് തന്നെ പറയാം. ലാഭം വർദ്ധിക്കുന്നതായ സമയം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. അഭീഷ്ടകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുകയും ആരോഗ്യം വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ചിന്തിച്ച് ചെയ്യുന്നതായ കാര്യത്തിന് വളരെയധികം വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ബിസിനസ് പരമായി നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് പറയാം. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. പോസിറ്റീവായി ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. മനസ്സിൽ വളരെ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. മനസ്സിൽ അത്തരത്തിലുള്ള ചിന്തകൾ, പോസിറ്റീവായ ചിന്തകൾ കടന്നു വരും എന്ന് തന്നെ പറയാം. പൊതുപ്രവർത്തകരാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു. തീർച്ചയായും ദേവിയെ ഭജിച്ച് മുന്നോട്ട് പോവുക. ലളിതാ സഹസ്രനാമം നിത്യവും ഭജിക്കുന്നതോ കേൾക്കുന്നതോ ഏറ്റവും ശുഭകരമായി ഭവിക്കും. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ഗുണകരമായ സമയമാണ് എന്ന് പറയാം. വിഷു മുതൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയമാകുന്നു. കുടുംബത്തിൽ സൗഖ്യം പ്രതീക്ഷിക്കാവുന്ന സമയം എന്ന് നിസ്സംശയം പറയാം. ബന്ധുക്കളാൽ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതായ അവസരമാണ് വന്നു ചേരുക. സന്തോഷം ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കൃഷിയുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പണം കൃഷിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. നടക്കില്ല എന്ന് തീർച്ചപ്പെടുത്തിയ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. വീട്, സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ അവസരങ്ങൾ വന്നു ചേരും. അത്തരം കാര്യങ്ങളായി ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അതിന് അനുകൂലമാണ് സമയം എന്ന കാര്യം ഓർക്കുക. മുടങ്ങിക്കിടക്കുന്നതായ പല കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് നടക്കുന്നതാണ്. മുടങ്ങിക്കിടക്കുന്ന അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യം ഓർക്കുക. നിങ്ങൾ തീർച്ചയായും നാഗങ്ങളെ ആരാധിക്കേണ്ടത് അനിവാര്യമാണ്. നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുക. ഭഗവാനെ നിത്യവും ഭജിച്ച് മുന്നോട്ട് പോവുക.
തടസ്സങ്ങൾ വഴിമാറുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ആഗ്രഹങ്ങൾ പലതും ജീവിതത്തിൽ നടക്കുന്നതായ സമയമാണ്. തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയും. തീർച്ചയായും ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനം നിങ്ങളെ തേടിയെത്തും എന്ന കാര്യം ഓർക്കുക. വരുമാനം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാകുന്നു. ഏത് കാര്യവും ഗുണകരമായി നിങ്ങൾക്ക് മാറും. അതിനാൽ തന്നെ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രവൃത്തിയിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. കുടുംബസൗഖ്യം ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. ബന്ധുഗുണം ജീവിതത്തിൽ വർദ്ധിക്കും. സുഹൃത്തുക്കൾക്ക് വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് നിങ്ങളായി നൽകുകയും അതേപോലെ അവർ തിരിച്ചും നിങ്ങൾക്കും വളരെ ഗുണകരമായ കാര്യങ്ങൾ നൽകുവാൻ സാധ്യത കൂടുതലാകുന്നു. കുടുംബ സ്വത്തുക്കൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. പൊതുപ്രവർത്തനത്തിലൂടെ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ പ്രതീക്ഷിക്കാതെ തന്നെ സ്ഥാനം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മകം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളും അംഗീകാരങ്ങളും തേടിയെത്താം. ദാമ്പത്യ കലഹങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഉമാമഹേശ്വരന്മാരെ ആരാധിക്കുക. ശിവഭജനം നിത്യവും മുടക്കാതെ ചെയ്യുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ദോഷഫലങ്ങൾ പോലും അകന്ന് പോവുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കാര്യതടസ്സങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും അതിനാൽ പല പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. എന്നാൽ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബന്ധുക്കളുടെ സഹായം ലഭിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ പല നേട്ടങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കും. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ബിസിനസ് പരമായി അല്പം നേട്ടങ്ങൾക്കുള്ള സമയമാണ്. ലാഭം വർദ്ധിക്കാവുന്നതാകുന്നു. വിചാരിക്കാതെ തന്നെ പല കാര്യങ്ങളും അതിനു മുൻപ് തന്നെ നടക്കുന്നതായ അവസ്ഥ ജീവിതത്തിൽ വന്നു ചേരാം. അത്തരത്തിലുള്ള ശുഭകരമായ കാര്യങ്ങളും സംഭവിക്കാം. വരവും ചെലവും നിയന്ത്രിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശുഭകരമായ കാര്യങ്ങൾ തന്നെ വന്നു ഭവിക്കും. അനുകൂലമാണ് സമയം. കൂടാതെ കുടുംബത്തിൽ പങ്കാളിയുമായി ബന്ധപ്പെട്ട് കലഹത്തിന് സാധ്യത കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം ഓർക്കുക. 7-ൽ ശനി വരുന്നതിനാലാണ് ഇപ്രകാരം പറയുന്നത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. പങ്കാളിയുമായി തർക്കത്തിന് സാധ്യത കൂടുതലാകുന്നു. ഉമാമഹേശ്വര പ്രീതി അനിവാര്യമാകുന്നു. നിത്യവും ഉമാമഹേശ്വരന്മാരെ ഭജിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പിൻവിളക്കും അതേപോലെ തന്നെ ധാരയും നടത്തി പ്രാർത്ഥിക്കുന്നതും വിളക്ക് വഴിപാട് ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാണ്. മറ്റൊരു നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ്. ഉത്തര നക്ഷത്രക്കാർക്ക് ഗുണകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. നേട്ടങ്ങൾ വന്നു ചേരും. ബഹുമാനം വളരെയധികം വർദ്ധിക്കും. സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കാര്യവിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. പല കാര്യങ്ങളിലും അത് തുടരുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ഗുണകരമായ മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന തിരിച്ചറിവും നിങ്ങൾക്ക് വേണ്ടതാകുന്നു. ഭൂമിയുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം. ഭൂമി വാങ്ങുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ മനസ്സിലാക്കാം. അതേപോലെ തന്നെ വിൽപ്പനയ്ക്ക് ശ്രമിക്കുകയാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. വസ്തു നേട്ടം ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കും. അതായത് വസ്തുവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. വിൽപ്പനയുമായി ബന്ധപ്പെട്ടുമാകാം. കൂടാതെ ഭാര്യാഭർത്തൃ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു. വീട് പണി നടക്കുന്നുണ്ട് എങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ സമയം തന്നെയാകുന്നു. തീർച്ചയായും നിങ്ങൾ ദേവിയെ ആരാധിക്കേണ്ടത് അനിവാര്യമാകുന്നു. ലളിത സഹസ്രനാമം നിത്യവും കേൾക്കുക. നിത്യവും പാരായണം ചെയ്യുവാൻ സാധിക്കുകയാണ് എങ്കിൽ അത് അത്രമേൽ ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് അത്ര ശുഭകരമല്ല കാര്യങ്ങൾ എന്ന് ആദ്യമേ മനസ്സിലാക്കുക.
പറയുന്നത് പൊതുഫല പ്രകാരമാണ്. നിങ്ങൾ ജാതകപ്രകാരം വ്യത്യാസങ്ങൾ വന്നു ചേരാം. പ്രവൃത്തികളിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ബന്ധുക്കൾ ശത്രുക്കളായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. കലഹങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും കലഹങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപമാനം നിങ്ങൾക്ക് നേരിടേണ്ടതായി വരാം. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. മനക്ലേശങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലേക്ക് വിഷമം കടന്നു വരാം. കുടുംബത്തിൽ സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടുന്നതായ അവസരമാണ് ഇത്. അതായത് കുടുംബത്തിൽ സ്വസ്ഥത നഷ്ടപ്പെടുകയും നിങ്ങളുടെ മനസ്സിൽ വിഷമങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാകുന്നു. ശത്രുദോഷം ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സമയമാണ്. ശത്രുക്കൾ മൂലം മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത അവസ്ഥ, പല കാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നു ചേരുക, അത്തരം പ്രശ്നങ്ങൾ വന്നു ചേരാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നിങ്ങൾ വിഷ്ണു ഭഗവാനെ ഭജിക്കുക, ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പുഷ്പാഞ്ജലി നടത്തുക, ദേവിക്ക് വെള്ളിയാഴ്ച രക്തപുഷ്പാഞ്ജലി നടത്തി അമ്മയെ പ്രാർത്ഥിക്കുക. മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. നിത്യവും ഇരു ദേവതകളുടെയും മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ആ കാര്യവും മറക്കാതിരിക്കുക. മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് അത്ര ശുഭകരമല്ല കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുക. പൊതുഫലപ്രകാരം ശുഭകരമല്ല കാര്യങ്ങൾ എന്ന് നാം അറിയേണ്ടതായിട്ടുണ്ട്. കഷ്ടകാലമാണ് എന്ന് തന്നെ പറയാം. പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാം. ചെയ്യുന്ന കാര്യങ്ങളിൽ, അത്തരം പ്രവൃത്തികളിൽ വിജയം ലഭിക്കുവാനുള്ള സാധ്യത, അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കുറവാകുന്നു. നേട്ടങ്ങൾക്ക് സാധ്യത കുറവുള്ള ഒരു സമയമാണ് ഇത്. അപ്രതീക്ഷിതമായി തന്നെ പല തിരിച്ചടികൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ബന്ധുജനങ്ങളുമായി ബന്ധപ്പെട്ട് വിരോധം വന്നു ചേരാം. ചെറിയ കാര്യങ്ങൾക്ക് പോലും ആകാം. അപമാനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അപകീർത്തി വന്നു ചേരാം. അതിനാൽ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് വിരോധം വന്നു ചേരാം. ആ സുഹൃത്ത് ബന്ധങ്ങളിൽ ഉലച്ചിൽ വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലാകുന്നു. മനക്ലേശങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കുടുംബത്തിൽ പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. സ്വസ്ഥത നിങ്ങൾക്ക് നഷ്ടമാകും. ശത്രുദോഷം ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ഏത് കാര്യത്തിനും തടസ്സം. കഠിനാധ്വാനം വളരെയധികം ചെയ്യേണ്ടതായി വരും. എന്നാൽ എന്ത് കാര്യവും നടക്കുവാൻ അല്പം കഷ്ടപ്പെടേണ്ടതായി വരും. വളരെയധികം ദോഷകരമായ ഫലങ്ങൾ തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാതെ കടന്നു വരാം. ആഗ്രഹിച്ച കാര്യങ്ങൾ അത് അതേപോലെ നടക്കണം എന്നില്ല. നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, വിഷ്ണു ഭഗവാനെ ആരാധിക്കുക, വിഷ്ണു ഭജനം മുടക്കാതിരിക്കുക, ദേവിയെ നിത്യവും ഭജിക്കുക, ലളിത സഹസ്രനാമം നിത്യവും പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുക, മുരുക ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. തീർച്ചയായും ഒരു പരിധിവരെ മാറ്റങ്ങൾ വന്നു ചേരും. മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് ഗുണകരമായ സമയമല്ല എന്ന് തന്നെ പറയാം. പൊതുഫല പ്രകാരമാണ് ഇപ്രകാരം പറയുന്നത്. നിങ്ങളുടെ ജാതകപ്രകാരം വ്യത്യാസങ്ങൾ വന്നു ചേരാം. ശത്രുദോഷം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. മനക്ലേശങ്ങൾ ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കും. അതിനാൽ തന്നെ മനസ്സ് അസ്വസ്ഥമാകുന്ന സമയമാകും. കാര്യതടസ്സങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല കാര്യങ്ങളും മുടങ്ങിപ്പോകുന്ന അവസ്ഥ അഭിമുഖീകരിക്കേണ്ടതായി വരാം. സ്വസ്ഥതക്കുറവ് അനുഭവിക്കേണ്ടതായി വരും. ബന്ധുക്കൾ ശത്രുക്കളായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. പല കാര്യങ്ങളും പല വ്യക്തികൾക്ക് ഉപദേശം അല്ലെങ്കിൽ വളരെ ശുഭകരമായി കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഉപദ്രവമായി തീരും. അതല്ലെങ്കിൽ അവർ അത്തരത്തിൽ ചിന്തിക്കുന്നതാകുന്നു. നിങ്ങൾക്ക് തന്നെ അത് ദോഷമായി ഭവിക്കും. തൊഴിൽപരമായ തടസ്സങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. കർമ്മരംഗത്ത് വളരെയധികം പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. തടസ്സങ്ങൾ വന്നു ചേരാം. ധനപരമായ നഷ്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. കടം തിരികെ ലഭിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ടാകും. അതിനാൽ തന്നെ കടം കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ കൊടുക്കുക. ഗണപതി ഭഗവാനെയും ദേവിയെയും ഭജിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കൂടാതെ കാളി സൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ്. ഗണപതി സ്വാമിക്ക് അഥവാ വിഘ്നേശ്വരന് വിഘ്നഹര പുഷ്പാഞ്ജലി നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് അനുകൂലം തന്നെയാണ് സമയം. നിങ്ങൾ
ഉദ്ദേശിക്കാത്ത ചില കാര്യങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഫലം. സൽകീർത്തി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ബഹുമാനം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. അംഗീകാരങ്ങൾ തേടിയെത്താം. സ്ഥാനമാനങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഉന്നതമായ സ്ഥാനങ്ങൾ തന്നെ തേടിയെത്തും എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു. കാര്യവിജയങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായ സമയം. പൊതുപ്രവർത്തനത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കുടുംബത്തിൽ വളരെയധികം നേട്ടങ്ങൾ, സമാധാനം എന്നിവ വന്നു ചേരുന്നതായ സമയമാകുന്നു. ഈ സമയം ശ്രമിക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഇരട്ടി നേട്ടങ്ങൾ സ്വന്തമാക്കി മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഏത് കാര്യം ചെയ്യുന്നതിന് മുൻപും കുടുംബദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആ കാര്യങ്ങളിലെല്ലാം തന്നെ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ഈ സമയം പ്രവൃത്തി വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. കാര്യ തടസ്സങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എങ്കിൽ പോലും അത് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പോസിറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു. അത്തരം ചിന്താഗതി നിങ്ങൾ മനസ്സിൽ വളർത്തിയെടുക്കേണ്ടതുമാകുന്നു. കുടുംബസുഖം അഥവാ കുടുംബസൗഖ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതായ സമയം തന്നെയാണ്. ശത്രുദോഷം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിയുവാൻ സഹായകരമാണ് ഈ സമയം. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ബിസിനസ് പരമായി വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രവൃത്തിയിൽ ഗുണം വന്നു ചേരും അഥവാ ഗുണകരമായ മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. സ്ഥാനം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബഹുമാനം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. തൊഴിൽപരമായി വളരെയധികം മുന്നേറ്റം നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. വിഷ്ണു ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ചും വിഷ്ണു സഹസ്രനാമം നിത്യവും പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുക. കൂടാതെ ഹനുമാൻ സ്വാമിയെ ഭജിച്ച് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തീർച്ചയായും ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ വന്നു ചേരും. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കാര്യവിജയം വന്ന് ചേരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. കാര്യങ്ങൾ നടക്കും. എന്നാൽ മുടങ്ങിയതായ കാര്യങ്ങൾ പോലും നടക്കുവാൻ സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. വീട് പണി നടക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. വീട് പണി നിങ്ങൾക്ക് ആരംഭിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. വസ്തുക്കൾ നേടുവാൻ അഥവാ വസ്തു നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളും ആഗ്രഹിച്ച് നേടിയെടുക്കാം. അതേപോലെ സ്ഥലം വാങ്ങുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. കർമ്മ പുരോഗതി വന്നു ചേരുന്നതായ ഒരു സമയം കൂടിയാണ് ഇത്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ കാര്യവിജയം, കാര്യലാഭം എന്നിവ വന്നു ചേരുന്നതായ സമയമാണ് ഇത് എന്ന കാര്യം മനസ്സിലാക്കുക. ശത്രുദോഷം ജീവിതത്തിലുണ്ട് എങ്കിലും നിങ്ങൾക്ക് അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അഥവാ ശത്രുദോഷം കുറയുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. മനക്ലേശങ്ങൾ ജീവിതത്തിൽ വർദ്ധിച്ചിരുന്നു എങ്കിൽ പോലും അത് ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. വിചാരിക്കാതെ തന്നെ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ബന്ധുക്കളുടെ സഹായം പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. സ്നേഹം വർദ്ധിക്കുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും അഥവാ നല്ല ബന്ധം നിങ്ങൾക്ക് വന്നു ചേരും എന്ന് തന്നെ പറയാം. കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് യാത്രകൾക്കും മറ്റു കാര്യങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾ ശ്രീകൃഷ്ണ സ്വാമിയെ ആരാധിക്കുകയും അതേപോലെ തന്നെ ഗുരുവായൂരപ്പനെ നിത്യവും ഭജിക്കുകയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായ സമയമാണ് എന്ന് തന്നെ പറയാം. ബഹുമാനം വളരെയധികം വർദ്ധിക്കുന്നതായ സമയം. പൊതുപ്രവർത്തകർക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം. ബഹുമാനം വളരെയധികം വർദ്ധിക്കുന്നതാകുന്നു. അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്താം. ജനപ്രീതി വർദ്ധിക്കുന്നതായ അവസരമാണ് ഇത്. ഉദ്ദേശിച്ചതായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നും വാസ്തവമാണ്. നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായ ഉയർച്ച പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്നു വരും. കാര്യവിജയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഏത് കാര്യം ചെയ്യുകയാണ് എങ്കിലും അതിൽ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത
വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ വസ്ത്രം, ആഭരണം എന്നിവ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വസ്ത്രം സമ്മാനമായി പോലും ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ഗൃഹം മോടി പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ പണിയുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അനുകൂലം തന്നെയാണ് സമയം. ബന്ധുസഹായം പ്രതീക്ഷിക്കാം. സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഹനുമാൻ സ്വാമിയെയാണ് നിങ്ങൾ ഭജിക്കേണ്ടത്. ഹനുമാൻ സ്വാമിയെ ഭജിച്ച് മുന്നോട്ട് പോവുക. ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാർക്ക് ഉന്നതി കൈവരിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. വിചാരിക്കുന്ന കാര്യങ്ങൾ പലതും സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരമാണ് ഇത്. സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പൊതുപ്രവർത്തകരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാണ് സമയം. ഈ സമയം പല രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ നിങ്ങളെ തേടിയെത്താം എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി തന്നെ വന്ന് ഭവിക്കും. കൂടാതെ ഈ സമയം സമ്മാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. സാമ്പത്തികപരമായ ഉയർച്ച നേടുവാൻ സാധിക്കും. ആരോഗ്യപരമായി നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാണ്. സ്ഥാനമാനങ്ങൾ ലഭിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. തൊഴിൽപരമായ നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. കുടുംബസൗഖ്യം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ശത്രുദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ബന്ധുക്കൾ നിങ്ങളെ സഹായിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. കർമ്മപുരോഗതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാകുന്നു. ശിവഭജനം നിങ്ങൾ മുടക്കാതിരിക്കുക. ശിവസഹസ്രനാമം നിത്യവും ജപിക്കുക. അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് ഈ സമയം. വിചാരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടക്കുന്നതായ അവസരം തന്നെയാണ് ഇത്. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. മനസമാധാനം വളരെയധികം വർദ്ധിക്കുന്നതായ സമയം. ഈ സമയം അംഗീകാരങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. തൊഴിൽപരമായ സ്ഥാനമാറ്റങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഉന്നതമായ സ്ഥാനം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ബിസിനസ് പരമായി വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. നല്ല സൗഹൃദം പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. മനോനിയന്ത്രണം നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. നെഗറ്റീവായ ചിന്തകളെ ഒഴിവാക്കുവാനും പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം എന്ന കാര്യവും ഓർക്കുക. നിങ്ങൾ തീർച്ചയായും വിഷ്ണു ഭഗവാനെ ആരാധിക്കേണ്ടത് അനിവാര്യമാണ്. വിഷ്ണു സഹസ്രനാമം നിങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതാണ്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് 7.5 ശനിയാണ്. കുംഭത്തിൽ ശനി. അതിനാൽ തന്നെ അത്ര ശുഭകരമല്ല കാര്യങ്ങൾ എന്ന് നാം മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. കാരണം തൊഴിൽപരമായി തടസ്സങ്ങൾ വന്നു ചേരാം. തൊഴിൽ നഷ്ടപ്പെടുവാൻ പോലും സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വന്നു ചേരാം. ബന്ധുക്കൾ പോലും നിങ്ങൾക്ക് ശത്രുക്കളായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതിനാൽ തന്നെ ജീവിതത്തിൽ വളരെയധികം വിഷമതകൾ വന്നു ചേരാം. കലഹങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാണ് എന്ന് തന്നെ പറയാം. കൂടാതെ പോലീസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം കേസുകൾ അങ്ങനെ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ശരീരത്തിൽ പലവിധ മുറിവുകൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അപകട സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധാപൂർവം തന്നെ ഇത്തരം കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവുക. ശാസ്താവിനെ ഭജിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. ശനിയാഴ്ച ദിവസം എള്ളുതിരി നടത്തേണ്ടത് അഥവാ എള്ളുതിരി കത്തിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങൾ പോലും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്കും 7.5 ശനി സമയം തന്നെയാകുന്നു.
വിചാരിച്ച കാര്യങ്ങൾ നടക്കണം എന്നില്ല. അവിചാരിതമായ തടസ്സങ്ങൾ വന്നു ചേരാം. വാക്ക് തർക്കങ്ങൾക്കും തന്മൂലം സൗഭാഗ്യങ്ങൾ പല രീതിയിൽ നഷ്ടപ്പെടുവാൻ സാധ്യത കൂടുതലാകുന്നു. അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. അതിനാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും മറ്റു വ്യക്തികളും വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. കൂടാതെ ഈ സമയം കേസ് തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ധനപരമായ നഷ്ടം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. സ്ത്രീകൾക്ക് പല രീതിയിലുള്ള അപമാനം നേരിടേണ്ടതായി വരാം. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ അവിട്ട നക്ഷത്രക്കാർക്ക് വന്നു ചേരും. വീട് വിട്ട് നിൽക്കേണ്ടതായ അവസ്ഥ വന്നു ചേരാം. അത് വിഷമങ്ങൾക്ക് കാരണമാകും എങ്കിൽ പോലും നിങ്ങൾക്ക് അത്തരത്തിലുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. രോഗം വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ബിസിനസ് പരമായി അല്പം നഷ്ടങ്ങൾക്ക് അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ ലാഭം നേടിയെടുക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം. ശനീശ്വര ഭജനം നിങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാകുന്നു. എള്ളുതിരി ശനിയാഴ്ച ദിവസം തെളിയിക്കുക അഥവാ കത്തിക്കുക എന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. നവഗ്രഹദോഷ ശാന്തി പൂജ നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ്. ഈ കാര്യങ്ങളാണ് പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്കും 7 ശനി സമയം തന്നെയാകുന്നു. ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. അപകടങ്ങൾ സംഭവിക്കാം. കൂടാതെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക എന്ന കാര്യം നിങ്ങൾ ചെയ്യുക. വീഴ്ചകൾ നിങ്ങൾക്ക് സംഭവിക്കാം. തന്മൂലം ധനനഷ്ടം, മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാം. കർമ്മരംഗത്ത് ചില പ്രശ്നങ്ങൾ വന്നു ചേരും. ജോലി നഷ്ടപ്പെടാൻ പോലും സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോകണം. അപമാനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ദുഷ്പ്രവൃത്തികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടുവാൻ സാധിക്കാത്ത അവസ്ഥ വന്നു ചേരും. അത്തരം പ്രവൃത്തികളിൽ അറിയാതെ അകപ്പെട്ടു പോകുന്ന അവസ്ഥ പോലും സംഭവിക്കാം. വളരെ സൂക്ഷിക്കുക. പക്ഷികളാൽ മുറിവ് സംഭവിക്കാൻ സാധ്യത അല്പം കൂടുതലാണ്. അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള മുറിവുകൾ സംഭവിക്കാം. മൃഗങ്ങളാൽ ഉപദ്രവം നേരിടേണ്ടതായ അവസ്ഥ വന്നു ചേരാം. അപമാനം നേരിടേണ്ടതായി വരാം. ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ശനീശ്വരനെ ഭജിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ശനിയാഴ്ച എള്ളുതിരി കത്തിക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. മറ്റൊരു നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് അല്പം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. മീനക്കൂറുകാർക്കാണ് ഇത്തരത്തിൽ അനുകൂലമായ ഫലം വന്നു ചേരുക. എന്നാൽ കുംഭക്കൂറുകാർക്ക് അത്ര ശുഭകരമല്ല ഈ സമയം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ആഗ്രഹ സാഫല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ കർമ്മരംഗത്ത് ഉയർച്ച നേടുവാൻ, നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നുവരും എന്ന കാര്യവും ഓർക്കുക. ബിസിനസ് പരമായി വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനോസുഖം അഥവാ മനസ്സിലേക്ക് സൗഖ്യങ്ങൾ വന്നു ചേരും. സന്തോഷം കടന്നു വരുന്നതായ അവസരങ്ങൾ സംജാതമാകും. സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രശംസ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ഈ സമയം നിങ്ങൾ ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. ദേവീ ഭജനം നടത്തുന്നതിലൂടെ ശുഭകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാകുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. കാര്യനേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. പ്രശസ്തി വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഉന്നതമായ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടിയായി നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. മാതൃഗുണം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന അവസരമാണ് ഇത്. സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. സഹായം നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നോ അല്ലാതെയോ ലഭിക്കാവുന്നതാണ്. ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഉദ്ദേശിച്ചതായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ തീരും. മറ്റൊരു നക്ഷത്രം അല്ലെങ്കിൽ അവസാനത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ മാറ്റങ്ങൾ വന്ന് ചേരുന്ന സമയമാകുന്നു. തടസ്സങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാം. അതിനാൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അനുകൂലമായി തീരണം എന്നില്ല. ആ കാര്യം അല്പം ശ്രദ്ധിക്കുക.
തൊഴിൽപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾ, സാമ്പത്തിക സ്ഥിതി ഉയരുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ബന്ധുസഹായം പ്രതീക്ഷിക്കാവുന്നതായ സമയമാണ്. കർമ്മരംഗത്ത് ഉയർച്ച വന്നു ചേരും. പ്രശംസ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും. പൊതുപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ജനങ്ങൾക്കിടയിൽ നിന്നും സ്വീകാര്യത വർദ്ധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദേശ യാത്രകൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. പഠിപ്പുമായി ബന്ധപ്പെട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ യാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു. ശിവഭജനം നടത്തുക എന്ന കാര്യം നിങ്ങൾ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തീർച്ചയായും വന്നു ചേരേണ്ട ദോഷഫലങ്ങളെ പോലും അകറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ധാരയും പിൻവിളക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ അനുകൂലമായി തന്നെ ഭവിക്കും.